നിങ്ങളാണ് എന്നെ ഇൻസൾട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കുറെ നേരമായിട്ട് അപ്പു തുടങ്ങിയതാണ്. എനിക്ക് അപ്പു ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം. ഇമ്മാതിരി ഷോയ്ക്ക് ഇന്റർവ്യൂസ് ആരാണ് ഇവിടെ SC ST പട്ടികജാതിയുടെ കാര്യങ്ങളൊക്കെ സംസാരിച്ചുള്ളത്? വേണം തന്നെയാണ് ഓരോ ഇന്റർവ്യൂവിലും ഓരോ പാട്ടിലൂടെയും അത് കുത്തുന്നത്. പ്രവൃത്തി ചെയ്യുന്നില്ല, എന്നിട്ട് പിന്നെ അങ്ങോട്ട് വേണം നിങ്ങളുടെ പ്രസംഗം. വേടന്റെ പാട്ട് കേട്ട് ആരും സന്തോഷിക്കുന്നില്ലെന്ന് പറയുന്നത്. വേടന്റെ പാട്ട് കൂക്കി വിളിക്കുന്നവർക്ക് ഒരുപാടുണ്ട്, നിങ്ങൾക്ക് അറിയാത്തോണ്ടാ. വേടന്റെ പാട്ട് കേട്ട് ആരും സന്തോഷിക്കുന്നില്ല. വേടൻ പാട്ട് പാടുമ്പോൾ ലക്ഷങ്ങളാണ്, ജനസാഗരമാണ് അവിടെ സ്റ്റേജിൽ ഉണ്ടാവുന്നത്. വേടന്റെ പാട്ടിന് ആസ്വാദനമില്ലെങ്കിൽ, വേടന്റെ പാട്ട് ബോറാണെങ്കിൽ, വേടന്റെ പാട്ട് മാർക്കറ്റിംഗ് തന്ത്രമാണ്. സമ്മതിച്ചല്ലോ. വേടന്റെ പാട്ട് മാനസാന്തരം കൂട്ടിത്തിരിപ്പാണെങ്കിൽ ഈ ജനലക്ഷങ്ങൾ അവിടെ കൂടും. ഞാൻ ആ ജാതിയിൽപ്പെട്ടവനായതുകൊണ്ട് തന്നെ, അല്ലെങ്കിൽ അങ്ങനെ ആയതുകൊണ്ട് ഉയർന്ന ജാതിക്കാരത്തെ ക്ലാസ്സിൽ പഠിച്ചിരുന്നു. അവർ ഒരു ദിവസം കൊണ്ട് കാണാപ്പാടം പലതും പഠിക്കുന്നു. എനിക്ക് 100 ദിവസം കുത്തിയിരുന്നാലും അത് കാണാപ്പാടം എന്റെ തലയിലേക്ക് കയറുന്നില്ല. അത് എന്റെ DNA കുഴപ്പമായിരിക്കും. DNA കുഴപ്പം എന്ന് അദ്ദേഹം ഉദ്ദേശിച്ചത് അദ്ദേഹത്തിന്റെ ജാതിക്കാരി തന്നെയല്ലേ പറയുന്നത്. രാഷ്ട്രപതിയുടെ ജാതി എന്താണ്? ദ്രൗപദി മുർമു അവര് ദളിതല്ലേ? അതെ. പ്രധാനമന്ത്രി എന്ന് പറയുന്ന നമ്മുടെ നരേന്ദ്രമോദി OBC അല്ലേ? അതെ. ഈ പറഞ്ഞ അമിത്ഷാ ആരാണ്? OBC അല്ലേ? പിന്നെ എന്ത് രാഷ്ട്രീയമാണ് വേടൻ ഉദ്ദേശിക്കുന്നത്? അവരെ വിമർശിക്കുന്നതുകൊണ്ട് വേടന്റെ ബാല്യകാലത്ത് അയാൾ അനുഭവിച്ച അയാളുടെ ജാതി കൊണ്ട് അയാൾ നേരിട്ട പ്രശ്നങ്ങൾ, ആ പ്രശ്നങ്ങളാണ് അയാൾ വരികളിലൂടെ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ജാതിയും മതവും, ഇവിടെ ജാതിയുടെയും മതത്തിന്റെയും പേരിൽ ആൾക്കാർ ഇൻടോളറന്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന് കഞ്ചാവ് കേസിലാണ് പിടിക്കുന്നത്, അല്ലാതെ അദ്ദേഹം വേടനായതുകൊണ്ടോ, അദ്ദേഹം പാട്ടുകാരനായതുകൊണ്ടോ, അദ്ദേഹം ദളിതനായതുകൊണ്ടോ അല്ല അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തത്. നരേന്ദ്രമോദിയെ കുറിച്ച് എന്താണ് വേടൻ പറഞ്ഞത്? നിങ്ങൾ മനസ്സിൽ കാണുന്ന ഇവന്റ് അത് ഏതുമായിക്കോട്ടെ, അതിനെ കൂടുതൽ കളർഫുൾ ആക്കാൻ കൂടുതൽ സ്പെഷ്യൽ കണ്ടന്റോടുകൂടി മൈൽസ്റ്റോൺ ഇവന്റ്സ്, ബർത്ത്ഡേ പാർട്ടി, എൻഗേജ്മെന്റ്, കല്യാണം, കോർപ്പറേറ്റ് ഇവന്റ്സ്, അങ്ങനെ ഏത് ഇവന്റ്സും കൂടുതൽ സ്പെഷ്യൽ കണ്ടന്റോടുകൂടി നമുക്ക് മനോഹരമാക്കാം മൈൽസ്റ്റോൺ ഇവന്റ്സിലൂടെ. മൈൽസ്റ്റോൺ മേക്കേഴ്സ് പ്രസൻസ് ശനിദശയിൽ. ഞാൻ ശാരിക, ഞാൻ അനുപ്രിയ. വിഷയെടുക്കാം. ഓക്കെ. വേടൻ again he creates unnecessary controversies. വേടൻ ഒരിക്കലും അൺനെസസറി കോൺട്രവേഴ്സീസ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരാളായിട്ട് എനിക്ക് ഒരിക്കലും പേഴ്സണലി ഫീൽ ചെയ്തിട്ടില്ല. പുള്ളി പിന്നെ കോൺട്രവേഴ്സിയൽ എന്താണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ശരിക്കും ആവശ്യമില്ലാത്തൊരു കാര്യമല്ലേ സമൂഹത്തിൽ പുള്ളി ഇപ്പൊ ഈ വിവാദങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്? എന്ത് വിവാദമാണ് വേടൻ ഉണ്ടാക്കിയത്? വേടൻ ഉണ്ടാക്കിയ എന്താണ്? സമൂഹം ഓക്കെ കോൺട്രവേഴ്സി. വേടന് നല്ല വരികളാണ്. വേടൻ നമ്മൾ അത് പറയുന്നില്ല, നല്ല വരികളായാലും എഴുതിക്കോട്ടെ. മനോഹര ഭൂമിയെക്കുറിച്ചും ബന്ധങ്ങളെക്കുറിച്ചും നാടിന്റെ മൂല്യച്യുതിയെക്കുറിച്ചും ഒക്കെ അയാൾ എഴുതിക്കോട്ടെ. പക്ഷെ അയാൾ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ എന്തിനാണ് പൊളിറ്റിക്സ് സംസാരിക്കുന്നത്? ഐ മീൻ, എന്തിനാണ് ഈ ജാതി? ആരാണ് വേടന്റെ ജാതി ചോദിച്ച് അയാൾക്ക് ടിക്കറ്റ് എടുത്തിട്ടുള്ളത്? വേടൻ ഇന്ന ജാതി എന്ന് വെച്ചിട്ടാണോ ആൾക്കാർ അയാളെ ഷോ കാണാൻ പോയിക്കൊണ്ടിരിക്കുന്നത്? അല്ലല്ലോ. പിന്നെ അയാൾ തന്നെയല്ലേ സ്വന്തം ജാതി ഇകഴ്ത്തി കാട്ടുന്നത്? ആരാണ് ഇവിടെ SC ST പട്ടികജാതിയുടെ കാര്യങ്ങളൊക്കെ സംസാരിച്ചുള്ളത്? വേണം തന്നെയാണ് ഓരോ ഇന്റർവ്യൂവിലും ഓരോ പാട്ടിലൂടെയും അത് കുത്തുന്നത്. നമ്മൾ വർഷങ്ങൾക്ക് മുമ്പേ ഉന്മൂലനം ചെയ്യാനും ഇപ്പോഴും ഉന്മൂലനം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സാധനം, ആൾക്കാർ ഗതകാല സ്മരണകളാക്കി മാറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു സാധനത്തെ എന്തിനാണ് വേടൻ ഇത് പൊക്കിക്കൊണ്ട് വരുന്നതെന്ന് മനസ്സിലാവുന്നില്ല. അപ്പൊ മിയർ പൊളിറ്റിക്സ് അല്ലേ ഇതിൽ കാണിക്കുന്നത്? നമ്മളിപ്പോ ഒരു ഇലക്ഷൻ നടക്കുമ്പോൾ ഓക്കെ, ഇപ്പം മലപ്പുറം ഒരു മുസ്ലിം ഭൂരിപക്ഷ മണ്ഡലമാണ്. മലപ്പുറത്ത് ഏതെങ്കിലും ഒരു ഇപ്പം കോൺഗ്രസ് ആണെങ്കിലും CPM ആണെങ്കിലും BJP ആണെങ്കിലും അവിടെ നിർത്തുന്നത് ഒരു മുസ്ലിം നാമധാരിയായിട്ടുള്ള മുസ്ലിം മതമുള്ള ഒരു സ്ഥാനാർത്ഥിയായിരിക്കും. അവിടെ ഒരിക്കലും ഒരു ഹിന്ദുമത പേരുള്ള ഒരു സ്ഥാനാർത്ഥിയെ കണ്ടിട്ടുണ്ടോ? ഒരു ക്രിസ്ത്യൻ മതത്തിൽ ഇപ്പൊ കോട്ടയത്ത് ഒരു മണ്ഡലത്തില് അവിടെ എന്തുകൊണ്ടാണ് ഒരു ക്രിസ്ത്യൻ സ്ഥാനാർത്ഥി നിർത്തുന്നത്? എന്തുകൊണ്ടാണ്? അല്ല, ഞാൻ പറയട്ടെ, ജാതിയും മതമൊന്നും ഇല്ലാന്ന് പറഞ്ഞല്ലോ. ജാതിയും മതമൊന്നും ഇല്ലെന്ന് ഞാൻ പറഞ്ഞല്ലോ. ജാതി പൊക്കിക്കൊണ്ട് വരുന്നത് ഞാൻ തുടക്കത്തിലെ ഒരു കാര്യം സഹോദരിയോട് പറയട്ടെ. അല്ല താങ്കളോട് പറയട്ടെ. അല്ല മാഡം, എന്താന്ന് വെച്ചാൽ പറയട്ടെ. നമ്മൾ ടോപ്പിക്കിൽ നിന്ന് സംസാരിക്കുക. ടോപ്പിക്കിൽ നിന്ന് വ്യതിചലിച്ച് മറ്റേ പുല്ല് വെട്ടാൻ പോകരുത്. എനിക്ക് അത്രേ പറയാനുള്ളൂ. ആ തുടക്കം പറയുന്നതൊന്നും തോന്നരുത്. ഇത് ഈ സബ്ജക്റ്റുകൾ എടുക്കുമ്പോൾ നമ്മൾ ആ ടോപ്പിക്കിൽ നിൽക്കും. അല്ല ശാരിക, ഞാൻ മലപ്പുറത്തോട്ട് നിലമ്പൂരിലൊക്കെ പോകേണ്ട കാര്യം എന്തുവാ? അല്ല ശാരിക, ഞാൻ ഒരു കാര്യം പറയട്ടെ. ഞാനിപ്പോ ഒരു കാര്യം പറയപ്പോ ശാരിക ആവശ്യപ്പെടുന്ന രീതിയിൽ എനിക്ക് സംസാരിക്കാൻ പറ്റും. വേണ്ട, പക്ഷെ ടോപ്പിക്ക് സംസാരിക്കാനേ ഞാൻ പറയുന്നുള്ളൂ. ഞാൻ ടോപ്പിക്ക് തന്നെയാണ് സംസാരിക്കുന്നത്. അടിമയൊന്നുമല്ലോ ഞാൻ പറയുന്നത് കേൾക്കാനായിട്ട്. അല്ല അടിമയല്ല. അല്ല, ഞാൻ ടോപ്പിക്ക് തന്നെയാണ് സംസാരിക്കുന്നത്. നമ്മളിപ്പോ ഒരു ടോപ്പിക്ക് സംസാരിക്കുമ്പോൾ ടോപ്പിക്കിന് വ്യതിചലിക്കുന്നു. സോ കം ടു ദ പോയിന്റ്. വേടൻ ജാതി പറയുന്നില്ല എന്ന് നിങ്ങൾ പറഞ്ഞല്ലോ. വേടൻ പറയുന്നത് വേടന്റെ രാഷ്ട്രീയം എന്താണ്? വേടൻ എന്താണ് ഉദ്ദേശിക്കുന്നത്? വേടന്റെ ജാതി, വേടൻ കുട്ടിക്കാലത്ത് ഈ ജാതി മൂലം അനുഭവിച്ച ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്, ഒരുപാട് സ്ട്രഗിൾസ് ഉണ്ട്. നമ്മളെ പെയിനും നമ്മളുടെ സഫറിങ്സും നമ്മുടെ പ്രധാനമന്ത്രി അയാൾ ചീത്ത വിളിക്കുന്നത് എന്തിനാണ്? അത് അയാൾ കുട്ടിക്കാലത്ത് അനുഭവിച്ചതല്ലേ? കുട്ടിക്കാലത്ത് ഭരിച്ചിരുന്ന മോദിജിയാണോ അല്ലെങ്കിൽ മോദിയാണോ? അല്ലല്ലോ. പക്ഷെ എന്താണ് ശാരിക ഇങ്ങനെ പറയുന്നത്? നമ്മൾ
BJP അല്ല ഇവിടെ പറയുന്നത്. ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ രാഷ്ട്രപതിയുടെ ജാതി എന്താണ്? ദ്രൗപതി മുർമു അവര് ദളിതല്ലേ? അതെ. പ്രധാനമന്ത്രി എന്ന് പറയുന്ന നമ്മുടെ നരേന്ദ്രമോദി OBC അല്ലേ? അതെ. ഈ പറഞ്ഞ അമിത്ഷാ ആരാണ്? OBC അല്ലേ? പിന്നെ എന്ത് രാഷ്ട്രീയമാണ് വേടൻ ഉദ്ദേശിക്കുന്നത് അവരെ വിമർശിക്കുന്നതുകൊണ്ട്? അല്ല, ഞാൻ പറയട്ടെ, ശാരിക പറയേ, ഈ വേടൻ ഈ ജാതി ഉയർത്തിക്കൊണ്ടുവരുന്നു, ജാതി പ്രശ്നം ഉണ്ടാക്കുന്നു പറയല്ലേ, ഏത് രീതിയിലുള്ള ജാതീയപരമായി എന്ത് പറഞ്ഞാണ് കോൺട്രവേഴ്സി ഉണ്ടാക്കിയത്? ജാതിയിൽ അയാൾക്ക് ജാതി വിവേചനം ഉണ്ടായെന്നോ, അയാളുടെ വീട്ടിൽ കോളനിയിലാണ് അയാൾ താമസിച്ചതെന്നോ, അയാൾക്ക് DNA പ്രശ്നമാണെന്നോ, അയാൾ സ്വന്തം ജാതിയിലെ DNA കുറിച്ച് പറഞ്ഞ അയാൾ റിപ്പോർട്ടർ ചാനലിരുന്ന മിസ്റ്റർ അരുൺകുമാറിനോട് സംസാരിച്ചപ്പോൾ ആ ഇന്റർവ്യൂ കണ്ടിരുന്നോ? ഇല്ല, ഞാൻ കണ്ടിരുന്നില്ല. അതൊന്ന് യു ഷുഡ് വാച്ച്. കാരണം വേടനെ കുറിച്ച് സംസാരിക്കുമ്പോൾ അത് കാണണം. കാരണം അതിനകത്ത് വേടൻ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, എനിക്ക് പഠിക്കാം, അദ്ദേഹം കീഴ്ജാതി ആയതുകൊണ്ട് അദ്ദേഹം പറയുന്നത്, നാട്ടുകാരെ പറഞ്ഞിട്ടില്ല, മീഡിയ പറഞ്ഞിട്ടില്ല, അദ്ദേഹം പറയുന്നത് ഞാൻ ആ ജാതിയിൽപ്പെട്ടവനായതുകൊണ്ട് തന്നെ, അല്ലെങ്കിൽ അങ്ങനെ ആയതുകൊണ്ട് ഉയർന്ന ജാതിക്കാർ അദ്ദേഹത്തിന്റെ ക്ലാസ്സിൽ പഠിച്ചിരുന്നു. അവർ ഒരു ദിവസം കൊണ്ട് കാണാപ്പാടം പലതും പഠിക്കുന്നു. എനിക്ക് 100 ദിവസം കുത്തിയിരുന്നാലും അത് കാണാപ്പാടം എന്റെ തലയിലേക്ക് കയറുന്നില്ല. അത് എന്റെ DNA കുഴപ്പമായിരിക്കും. DNA കുഴപ്പം എന്ന് അദ്ദേഹം ഉദ്ദേശിച്ചത് അദ്ദേഹത്തിന്റെ ജാതിക്കാരെ തന്നെയല്ലേ പറയുന്നത്? DNA എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ ജാതിയല്ലേ അദ്ദേഹം അധിക്ഷേപിക്കുന്നത്? അദ്ദേഹത്തിന്റെ ജാതിയെ അദ്ദേഹം തന്നെയല്ലേ അധിക്ഷേപിക്കുന്നത്? വേറെ ആരാണ് അദ്ദേഹത്തിന്റെ ജാതിയെ കുറിച്ച് അന്വേഷിച്ചത്? അദ്ദേഹത്തിന് കഞ്ചാവ് കേസിലാണ് പിടിക്കുന്നത്. അല്ലാതെ അദ്ദേഹം വേടനായതുകൊണ്ടോ, അദ്ദേഹം പാട്ടുകാരനായതുകൊണ്ടോ, അദ്ദേഹം ദളിതനായതുകൊണ്ടല്ല അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തത്. അല്ല, ഞാൻ പറയട്ടെ, ഇവിടെ എന്താണ് വേടൻ ഉദ്ദേശിക്കുന്ന കോൺട്രവേഴ്സീസ്? വേടനാണോ ഈ കോൺട്രവേഴ്സീസ് ക്രിയേറ്റ് ചെയ്യുന്നത്? ഞാൻ എന്റെ ഇപ്പൊ എനിക്ക് തോന്നുന്നു അദ്ദേഹം മനഃപൂർവ്വം കോൺട്രവേഴ്സി ക്രിയേറ്റ്. അദ്ദേഹം ഈ ഷോ മുഴുവൻ ചെയ്യുന്നത് പൈസ മേടിച്ചിട്ടല്ലേ? സൗജന്യത്തിലല്ലോ ചെയ്യുന്നത്. അല്ല, ഞാൻ പറയട്ടെ, ഈ ശാരിക ഈ ഷോ ചെയ്യുന്നത് വെറുതെയാണോ? അല്ല, ഞാനിവിടെ എവിടെ ജാതി പറയുന്നു, കോൺട്രവേഴ്സി ഉണ്ടാക്കുന്നു? ഞാനെന്റെ ജോലി ചെയ്യുന്നു. അപ്പം അങ്ങനെ ചെയ്യണം. ഇതല്ലാതെ ഞാൻ മറ്റേ സമൂഹത്തിൽ അസമത്വം മാറ്റും, സമൂഹത്തെ ഉദ്ധരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് കാശ് വാങ്ങിക്കുന്ന അസമത്വം മാറ്റുമെന്നൊന്നും പറഞ്ഞിട്ടില്ല. അയാളുടെ ജാതി കൊണ്ട് ഒരുപാട് സഫറിങ്സ് അയാൾ അനുഭവിച്ചിട്ടുണ്ട്. ഒരുപാട് ഈ ഭരണഘടന എഴുതിയ BR അംബേദ്കർ, അദ്ദേഹത്തിന്റെ കുട്ടിക്കാലത്ത് അദ്ദേഹം ഇങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. അല്ല, അദ്ദേഹം ഇങ്ങനെ പറഞ്ഞൊന്നുമില്ല. അദ്ദേഹം അതിന്റെ കുട്ടിക്കാലത്ത് ഒരുപാട് കഷ്ടപ്പാടുകൾ അനുഭവിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ജാതി മൂലം ഒരുപാട് ഇന്റർഫറൻസസ് അദ്ദേഹത്തിന് അനുഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹം താഴ്ന്ന ജാതിയിലുള്ള ആൾക്കാരെ ഉദ്ധരിക്കാനായിട്ട് അദ്ദേഹം പല പരിപാടികളും BR അംബേദ്കർ ചെയ്തത്. അദ്ദേഹത്തിന്റെ അംബേദ്കറിനെ അയ്യങ്കാളിയൊന്നും വേടനായിട്ട് കമ്പയർ ചെയ്യല്ലേ? ഞാൻ അങ്ങനെ കമ്പയർ ചെയ്തില്ല. BR അംബേദ്കർ അങ്ങനെ ചെയ്യാൻ കാരണം അദ്ദേഹത്തിന്റെ കുട്ടിക്കാലത്ത് അത്തരത്തിലുള്ള സഫറിങ്സ് അദ്ദേഹം നേരിട്ട് അനുഭവിച്ചത് കൊണ്ടാണ് അദ്ദേഹത്തിന്റെ കാസ്റ്റിലുള്ളവരെ ഉദ്ധരിക്കാനായിട്ട് അദ്ദേഹം പല പരിപാടികളുമായി മുന്നിട്ടിറങ്ങിയത്. ഇപ്പൊ വേടൻ അദ്ദേഹത്തിന്റെ ഗാനത്തിൽ അങ്ങനെ എന്ത് ചെയ്യുന്നു? വേടൻ അദ്ദേഹം ഒരു റാപ്പ് സിംഗർ വാങ്ങിക്കുന്നു. വേടൻ ഒരു റാപ്പ് സിംഗർ ആണ്. അദ്ദേഹത്തിന്റെ ഗാനത്തിലൂടെ ചെയ്യുന്നില്ല. എന്നിട്ട് പിന്നെ അങ്ങോട്ട് വേണം നിങ്ങളുടെ പ്രസംഗം. അല്ല, ഞാൻ പറയട്ടെ, ഇപ്പം യേശുദാസ് പാടുന്നുണ്ട്, നല്ല മനോഹരമായിട്ട് പാടി ആൾക്കാരെ സന്തോഷിപ്പിക്കുന്നു. ഇങ്ങനെ വിവാദങ്ങൾ ഉണ്ടാക്കുന്നില്ല. ഇപ്പൊ വേടന്റെ പാട്ട് കേട്ട് ആരും സന്തോഷിക്കുന്നില്ല എന്ന് പറയുന്നത്. വേടന്റെ പാട്ട് വിളിക്കുന്നവർക്ക് ഒരുപാടുണ്ട്, നിങ്ങൾക്ക് അറിയാത്തോണ്ടാ. വേടന്റെ പാട്ട് കേട്ട് ആരും സന്തോഷിക്കുന്നില്ല. വേടൻ പാട്ട് പാടുമ്പോൾ ലക്ഷങ്ങളാണ്, ജനസാഗരമാണ് അവിടെ സ്റ്റേജിൽ ഉണ്ടാവുന്നത്, ജനസാഗരമാണ് സദസ്സിൽ ഉണ്ടാവുന്നത്. വേടന്റെ പാട്ട് കേട്ട് ആരും സന്തോഷിക്കുന്നില്ലെങ്കിൽ, വേടന്റെ പാട്ട് ആർക്കും ഇഷ്ടമല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഈ ജനസാഗരം വരുന്നത്? വേടനെ അറസ്റ്റ് ചെയ്ത പോലീസ് അകമ്പടിയോടെയാണ് വേടൻ ഇടുക്കിയിലെത്തിയതും ആ സദസ്സിൽ ജനലക്ഷങ്ങളാണ് കൂടിയത്. വേടന്റെ പാട്ടിന് ആസ്വാദകരില്ലെങ്കിൽ, വേടന്റെ പാട്ട് ബോറാണെങ്കിൽ, വേടന്റെ പാട്ട് കുത്തിത്തിരിപ്പാണെങ്കിൽ ഈ ജനലക്ഷങ്ങൾ അവിടെ കൂടോ? കുത്തിത്തിരിപ്പല്ല, വേടന് ഷോ കിട്ടുന്നുണ്ട്. ഇപ്പൊ സർക്കാർ വക വഴി പുള്ളിക്ക് അത് അവരുടെ പൊളിറ്റിക്സ് ആണ്. സർക്കാരിന്റെ നമ്മൾ സർക്കാരിന് ഇവിടെ ന്യായീകരിക്കുന്നൊന്നുമില്ല. സർക്കാരിന്റെ പൊളിറ്റിക്സ് ആയിരിക്കും. അവർക്ക് എന്തെങ്കിലും ഇലക്ഷൻ ക്യാമ്പയിനിങ്ങിന്റെ ഭാഗമായിട്ടായിരിക്കും. എന്നാ പിന്നെ ആ സർക്കാരിന്റെ പോലീസല്ലേ വേടനെ അറസ്റ്റ് ചെയ്തത്? പറഞ്ഞത് അതെന്താ പറഞ്ഞത്? അത് ആൾക്കാർ ഈ പറയുന്ന പോലെ ഒരു പറ്റം ആൾക്കാർ പറയുന്നു അദ്ദേഹത്തിന് മാത്രം എങ്ങനെ അറസ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല, അദ്ദേഹം കഞ്ചാവ് ഉപയോഗിച്ചു സമ്മതിച്ചു, അദ്ദേഹത്തിന് മാനസാന്തരം വന്നു, പിന്നെ എന്തിനാണ് ഇങ്ങനെ കൊണ്ട് നടക്കുന്നതെന്നാണ് അവർ ചോദിച്ചത്. മാനസാന്തരം വന്നുകൊണ്ടാണോ ഇപ്പൊ വേടനെ പുറത്തോട്ട് വിട്ടത്? വേടനെ ജാമ്യത്തിൽ വിട്ടത് വേടനെ വെറുതെ വിട്ടതല്ല, ജാമ്യത്തിലാണ് വിട്ടത്. അതെ അതെ അതെ, അതിനൊന്നും ഇവിടെ ആരും തർക്കിച്ചില്ലല്ലോ. പിന്നെ എന്താണ് പ്രശ്നം? എന്താണ് ഞാൻ പറയുന്നത്? ജാതി പറയുന്നത് വേടനാണ് ഈ ജാതീയത കൊണ്ടുവരുന്നതല്ലേ പറയുന്നത്. വേടൻ ആവശ്യം ജാതീയത കൊണ്ടുവരുന്ന വേടനല്ല, രാഷ്ട്രീയക്കാരാണ് ഇവിടെ ജാതീയത കൊണ്ടുവരുന്നത്. രാഷ്ട്രീയക്കാരാണ് ഇവിടെ
ഇവിടുത്തെ ജനങ്ങളെ ഇതൊന്നുമില്ല. ഡിവൈഡ് ഇതിലൊരു ചെയ്തത് നവോത്ഥാന രാഷ്ട്രീയക്കാര് നേതാവായിട്ട് അധികാരത്തിന് വേണ്ടിയാണ് ഇവിടെ ജാതിയുമായി അല്ലാതെ വേടനല്ല. ആരാണ് ഇവിടെ ജാതി പറഞ്ഞത്? വേടനൊക്കെ ഇവിടുത്തെ ആരാണ് ജാതി ജാതി പറയുന്ന ഇവിടുത്തെ രാഷ്ട്രീയക്കാരാണ്. രാഷ്ട്രീയക്കാർ ജാതി പറയാറില്ല. രാഷ്ട്രീയക്കാര് അവരുടെ ജാതീയപരമായി ജനങ്ങളെ ഡിവൈഡ് ചെയ്ത് അവരുടെ ജാതി പൊളിറ്റിക്കൽ പറയാറില്ല. ഗെയിന് വേണ്ടി ഈ പറയുന്ന നരേന്ദ്രമോദി എന്താണ് പറഞ്ഞത്? എങ്കിൽ പിന്നെ ഇവിടെ- ബിജെപിക്കാർ ഇവിടെ കൊണ്ട് പോയാൽ പോരെ വേടനെ? നിങ്ങൾ എന്തോ ഈ പറയുന്നത്? ശാരിക പറഞ്ഞല്ലോ ഇവിടെ പൊളിറ്റീഷ്യന്മാരൊന്നും ജാതി പറയാറില്ലെന്ന്. സുരേഷ് ഗോപി എന്താ പറഞ്ഞത്? എന്ത് പറഞ്ഞു? അടുത്ത ജന്മത്തിലെ ബ്രാഹ്മണനായിട്ട് ജനിക്കണേ. എനിക്ക് ബ്രാഹ്മണരോട് ഭയങ്കര അത് പുള്ളിയോട് പോയി ചോദിക്കാം. എന്തിനാ പുള്ളി പറഞ്ഞത്? പുള്ളി ജനറലൈസ് ചെയ്ത് പറയാതെ. അല്ല, ശാരി ഇപ്പൊ ഞാൻ പറയുന്ന അടുത്ത ജന്മത്തിൽ എനിക്കൊരു പൂജാരിയായിട്ട് ജനിക്കണം. അല്ല, അത് ശാരിക ജാതി ജാതി പറയുന്നതാണ്. ശാരിക പറഞ്ഞു പുള്ളിക്ക് ആ ഒരു- പൊളിറ്റീഷ്യന്മാരൊന്നും അദ്ദേഹം കേന്ദ്രമന്ത്രിയാണ്. പുള്ളി ജാതി പറയുന്ന ജാതി പാടില്ലേ? ആഗ്രഹം പാടില്ലേ? ജാതി പറയില്ലെന്ന്. പുള്ളി ജാതി ബ്രാഹ്മണനായിട്ട് ജനിക്കണമെന്ന് ആഗ്രഹിച്ചത് പുള്ളിക്ക് ആ ഒരു മതം, അവര് വേദങ്ങളൊക്കെ പഠിക്കുന്ന ആൾക്കാരാണ്. ആ ഒരു അത് ഇഷ്ടം, അത് ജാതി ആ ഒരു പറയില്ലല്ലോ. inspiration ബ്രാഹ്മണത്വം എന്ന് പുള്ളി അത് വലിയൊരു പറയുന്നത്. സംഭവമാണ്. വലിയ പുള്ളി ഒരുപാട് പരിപാടിയുള്ള വായനയുള്ള, സംഭവമാണ്. അപ്പൊ അറിവുള്ള മനുഷ്യനാണ്. ബാക്കി ജാതികളൊന്നും So, അദ്ദേഹത്തിന് ആ ഒരു ബാക്കി കാസ്റ്റിൽ ജാതികൾക്ക് മോശമാണെന്നുള്ളൂ. ബ്രാഹ്മണത്വം പുള്ളി ഒന്നും പുള്ളി ഒരിടത്തും പറഞ്ഞിട്ടില്ല. അങ്ങനെ മറ്റൊരു ജാതി- പറഞ്ഞിട്ടില്ല. അങ്ങനെ പിന്നെ പറഞ്ഞിട്ടില്ല. പിന്നെ അങ്ങനെ മോശം പറയുമ്പോഴല്ലേ അനു- ശാരിക അങ്ങനെ പറഞ്ഞല്ലോ. നമ്മൾ അദ്ദേഹത്തെ ശാരിക പറഞ്ഞല്ലോ. ഇവിടെ ശാരിക പറഞ്ഞല്ലോ. ഒരാളൊരു ഇവിടെ ജാതിയിലേക്ക് ആഗ്രഹിക്കുന്നു, ഒരു ബ്രാഹ്മണൻ ഒരാളാണ്, അയാളൊരു പൊളിറ്റീഷ്യനാണ്, അയാൾ മനുഷ്യനല്ലേ? കേന്ദ്രമന്ത്രിയാണ്. അല്ല ശാരിക അയാൾ പറഞ്ഞു. ജാതി പറഞ്ഞാൽ അല്ല, അവഹേളിച്ചിട്ടില്ല. ശാരിക പറഞ്ഞു ഇവിടെ ജാതി പൊളിറ്റീഷ്യന്മാർ പറഞ്ഞാൽ ജാതി അവഹേളിച്ചിട്ടില്ല. പറയില്ല. ജാതി അതുകൊണ്ട് പറഞ്ഞാൽ ഞാൻ അവഹേളിച്ചിട്ടില്ല. പറഞ്ഞത്. അത് പറഞ്ഞാൽ അതുകൊണ്ട് നമ്മള് ഇവിടെ അയാളുടെ ആഗ്രഹത്തെ വെറുതെ കുത്തിത്തിരിപ്പ് ഇവിടെ ഉണ്ടാക്കല്ലേ നിങ്ങള്? ജാതീയപരമായി മനുഷ്യരെ ഡിവൈഡ് ചെയ്യുന്നത് ആര് divide വേറൊന്നല്ല. ചെയ്തു? ഞാൻ ഇവിടുത്തെ ഏറ്റവും കൂടുതൽ ഇവിടുത്തെ രാഷ്ട്രീയക്കാരാണ്. ഏറ്റവും അവർക്ക് കൂടുതൽ അധികാരങ്ങൾക്ക് സഹായങ്ങൾ നൽകുന്നത്, എന്താണ് ഡിസേബിളിംഗ് ആയിട്ടുള്ള കുട്ടികൾക്ക് സ്കൂൾ വെച്ച് കൊടുക്കുന്നത്, ഏറ്റവും ഒരുപാട് ആൾക്കാർക്ക് സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്ന വ്യക്തിയാണ് ഈ സുരേഷ് ഗോപി എന്ന് പറയുന്നത്. പ്രധാനമന്ത്രി എന്താണ് പ്രധാനമന്ത്രി എന്താണ് ഉത്തർപ്രദേശിൽ പോയി പറഞ്ഞത്? ഏറ്റവും കൂടുതൽ പ്രസവിക്കുന്ന സ്ത്രീകൾ എന്നാണ് ഒരു ജാതിയെ ഒരു മതത്തിനെ കോട്ട് ചെയ്ത് ഉദ്ദേശിച്ചത്. അത് പ്രധാനമന്ത്രിയാണ്. അതാ അങ്ങനെ നടക്കുന്നോണ്ടല്ലേ അദ്ദേഹം പറഞ്ഞു. ഫാക്ട് പറയാൻ പറ്റത്തില്ല. ഓ, അപ്പൊ അങ്ങനെയാണ്. അപ്പൊ ശാരിക തന്നെ പറഞ്ഞല്ലോ. എന്ത്? ഇവിടെ ശാരിക ഇവിടെ രാഷ്ട്രീയക്കാരൊന്നും ഇവിടെ ജാതിയും മതവും പറയുന്നില്ല എന്ന് ശാരിക തന്നെ പറഞ്ഞല്ലോ. വേടൻ ജാതി പൊക്കിക്കൊണ്ട് വരുന്ന എന്തിനാണെന്നല്ലേ നമ്മൾ ചോദിക്കുന്നത്? അല്ല, ഞാൻ രാഷ്ട്രീയക്കാരുടെ കാര്യം, നമ്മൾ കെ എം മാണിയുടെ കാര്യം, ഞാൻ പറഞ്ഞു, വേടന്റെ ബാല്യകാലത്ത് അയാൾ അനുഭവിച്ച അയാളുടെ ജാതി കൊണ്ട് അയാൾ നേരിട്ട പ്രശ്നങ്ങൾ, ആ പ്രശ്നങ്ങളാണ് അയാൾ വരികളിലൂടെ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ജാതിയും മതവും, ഇവിടെ ജാതിയുടെയും മതത്തിന്റെയും പേരിൽ ആൾക്കാർ ഇൻടോളറന്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ജാതിക്കാർ അനുഭവിക്കുന്ന എന്തെല്ലാം ഒബിസിക്ക് പ്രത്യേകമായിട്ടുള്ള സംവരണമുണ്ട്. എത്ര പേർക്കാണ് ജോലി കിട്ടുന്നത്? കൈപ്പത്തി മുറിച്ചു മാറ്റി. അതെന്താ അത് രാഷ്ട്രീയമായിട്ടുള്ള പ്രശ്നമല്ലേ? മതപരമായിട്ടുള്ള പ്രശ്നം. അയാളാണ് ചോദ്യ പേപ്പറിൽ അയാൾ ഉണ്ടാക്കിയ ക്വസ്റ്റ്യൻ, അങ്ങനെ പലരും കൈമുറിക്കുന്നുണ്ട്. ഇതൊന്നും വെറുതെ മതവിദ്വേഷം ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ഇതിനകത്ത് എടുത്തേണ്ട കാര്യങ്ങളല്ല ഇതൊന്നും. ഞാൻ പറയട്ടെ, ഈ ജാതി പറഞ്ഞ് വേടൻ അനുഭവിക്കും. ഞാൻ പറയുന്നത് ഈ പറയപ്പെടുന്ന അധസ്ഥിത വർഗ്ഗങ്ങൾ ഇന്നും അധസ്ഥിത വർഗമായിട്ട് തുടരുകയാണോ? അല്ലല്ലോ. ഒരുപാട് മാറ്റങ്ങൾ അവർക്ക് ഉണ്ടായിട്ടില്ലേ? ഇപ്പൊ SC/ST ആയാലും ഇപ്പൊ ആദിവാസികളായാലും അവർക്ക് ഈ പറയപ്പെടുന്ന പോലെ പട്ടയം കൊടുക്കുകയും അവർക്ക് സ്ഥലങ്ങൾ കൊടുക്കുകയും നമ്മുടെ സർക്കാർ അല്ലെങ്കിൽ നമ്മുടെ ഗവൺമെന്റ് ഏത് സർക്കാരും ആയിക്കോട്ടെ കൊടുക്കുന്നില്ലേ? ഇവിടെ എന്തുകൊണ്ടാണ് ഓണർ കില്ലിംഗ് ഇപ്പൊ നടക്കുന്നത്? അത് കൂടാൻ കാര്യം എന്താണ്? ഓണർ കില്ലിംഗ് എന്തുകൊണ്ടാണ് ഇവിടെ കൂടാനുള്ള കാരണം? അത് അവരുടെ കുടുംബ പ്രശ്നങ്ങളല്ലേ? കുടുംബ പ്രശ്നം അതിനെ ജനറലൈസ് ചെയ്യുന്നത് എങ്ങനെയാണ്? വേടനുമായിട്ട് എന്താണ് ബന്ധം? ഇപ്പോഴും ഇവിടെ ഓണർ കില്ലിംഗ് നടക്കുന്നുണ്ട്. ഓണർ കില്ലിംഗ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന് മെയിൻ കാരണം എന്താണ്? അവരുടെ ചെറുക്കന്റെ തന്തയും തള്ളയും പെണ്ണിന്റെ തന്തയും തള്ളും തമ്മിലുള്ള പ്രശ്നമാണ്. അവർക്ക് ബോധമില്ലാത്ത ആരുടെ കുറ്റം? സർക്കാർ പറഞ്ഞോ കൊല്ലാൻ? സർക്കാർ പറഞ്ഞിട്ടില്ല. ഗവൺമെന്റ് പറയുന്നു. അപ്പൊ ഇങ്ങനെ ജാതീയപരമായിട്ടുള്ള വേർതിരിവ് അവരുടെയൊക്കെ മനസ്സിൽ അങ്ങനെ കുറെ അധികം അവരുടെ മനസ്സിൽ ഉണ്ടായോണ്ടാണ് ഇത്തരത്തിലുള്ള ഈ പ്രശ്നം ഉണ്ടാക്കുന്നത്. കെവിനും നീനും തമ്മിലുള്ള സംഭവം. കെവിനും സർക്കാരാണോ കൊന്നത്? പോലീസാണോ കെവിനെ തല്ലിക്കൊന്നു? അല്ലല്ലോ. കെവിനും ഞാൻ പറഞ്ഞല്ലോ കെവിനെ കൊന്നത് അവന് ശിക്ഷ കൊടുക്കുകയും ചെയ്തു. വേടനെന്നാണ് പറഞ്ഞത്. ആര് പറഞ്ഞു വേടനാണ് ഉണ്ടാക്കുന്നതെന്ന്? അവൻ അനുഭവിച്ച കുട്ടിക്കാലത്ത് അവൻ അനുഭവിച്ച ബുദ്ധിമുട്ടുകൾ അല്ലാതെ വേടൻ ഈ സ്റ്റേജ് വരുന്നോണ്ട് ഉയർന്ന അധികാരി തല്ലിക്കൊല്ലാനൊന്നും പറയുന്നില്ല. അങ്ങനെ ബുദ്ധിമുട്ട് ആളാണ് കലാഭവൻ മണി. അദ്ദേഹം ഇങ്ങനെ വിവാദങ്ങൾ ഉണ്ടാക്കിയോ, തന്റെ ജാതി കുത്തിയെന്നോ തന്റെ ജാതി താഴെക്കടന്ന് ചവിട്ടിയെന്നോ ഒന്നും ഒരിടത്തും പറഞ്ഞു കരഞ്ഞിട്ടില്ല. യഥാർത്ഥ കലാകാരൻ. അല്ല, കലാഭവൻ മണി എത്ര ഇന്റർവ്യൂസിൽ പറഞ്ഞിട്ടുണ്ട്. അയാള് ജാതീയപരമായിട്ട് അയാൾ അനുഭവിച്ച വേദനകൾ അയാൾ എത്ര ഇന്റർവ്യൂസിൽ കലാഭവൻ പാട്ടായിട്ട് അയാൾ എഴുതി. സ്വന്തം ജാതി അവഹേളിക്കുന്ന തരത്തിൽ ഇയാളെ പോലെ മറ്റേ DNA മോശമാണ്, DNA കൊള്ളാത്തതുകൊണ്ടാണെന്നൊന്നും ഒരിടത്തും പറഞ്ഞിട്ടില്ല. വേടൻ അങ്ങനെയൊക്കെയാണ് പറയുന്നത്. അല്ല, ഞാൻ പറയട്ടെ, വേടൻ അയാള് മറ്റേ ജാതീയപരമായിട്ടുള്ള വേർതിരിവുണ്ടാക്കാനോ ജാതീയപരമായിട്ടുള്ള എന്തെങ്കിലും നരേന്ദ്രമോദി അധിക്ഷേപിക്കുന്നത്? വേടൻ എന്തിനാണ് പിണറായി അധിക്ഷേപിക്കുന്നത്? വേടൻ എന്തിനാണ് ഉമ്മൻചാണ്ടി അധിക്ഷേപിക്കുന്നത്? അദ്ദേഹം അതൊക്കെയല്ലേ വേടൻ ഉമ്മൻചാണ്ടി അധിക്ഷേപിച്ചിട്ടില്ല. വേടൻ എവിടെയാണ് ഉമ്മൻചാണ്ടി നരേന്ദ്രമോദി അധിക്ഷേപിച്ചത്? നരേന്ദ്രമോദി എന്ത് തെറ്റാണ് നരേന്ദ്രമോദിയെ കുറിച്ച് എന്താണ് വേടൻ പറഞ്ഞത്? നരേന്ദ്രമോദിയെ കുറിച്ച് മോശമായിട്ട് എഴുതിയ പാട്ട്
അത് ആ പാട്ടൊന്നും പറഞ്ഞു അതൊന്നും പാടാനൊന്നും പറ്റത്തില്ല. അല്ല വരികളൊന്നും പറയാലോ, പാടമുണ്ട്, പാട്ടൊന്നും പറയാനൊന്നും പറ്റത്തൊന്നുമില്ല. അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യം. ഇനി അത് ഇനിയും വാദമായിട്ട് കുത്തിപ്പൊക്കുന്നില്ല. അപ്പൊ ഈ വേടനെ സംബന്ധിച്ചിടത്തോളം വേടൻ ഇപ്പൊ ചെയ്യുന്ന കാര്യങ്ങൾ യഥാർത്ഥമായിട്ട് ഒരു കലാകാരൻ ചെയ്യേണ്ട പരിപാടിയല്ല. കലാഭവമണി എന്നൊക്കെ പറഞ്ഞാൽ ഒരുപാട് ഗായകന്മാരുണ്ടായിരുന്നല്ലോ ഇവിടെ. എത്രയോ നല്ല ആൾക്കാരുണ്ട്. ചിത്രയുണ്ട്, സുജാതയുണ്ട്, വേണുഗോപാലുണ്ട്, ഒരുപാട് നവാഗതനായിട്ടുള്ള ഗായകരുണ്ട്. ഇപ്പോ അങ്ങനെ കുറെ അധികം ആൾക്കാർ വന്നിട്ടുണ്ട്. അവരൊന്നും ഇങ്ങനെയുള്ള വിവാദങ്ങൾ കുത്തിപ്പൊക്കുകയോ, അവർക്കൊക്കെ ഒരുപാട് ആരാധകരില്ല. ഇപ്പൊ ചിത്ര ഒരു ഷോ വെച്ച് കഴിഞ്ഞാൽ വേടനേക്കാളും ആൾക്കാർ കൂടും. ഇദ്ദേഹം റാപ്പ് സംഗീതം എന്ന് പറഞ്ഞ് ഇപ്പൊ കുറച്ചു നാളത്തെ ഒരു ഫെയിമിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം ഇതൊക്കെ കാണിക്കുന്നത്. അദ്ദേഹം ഈ പറയുന്ന സാധനങ്ങൾ പാടിക്കോട്ടെ. അദ്ദേഹം ഭൂമിയെക്കുറിച്ച് പാടി, അമ്മയെക്കുറിച്ച് പാടി, കടലമ്മ കരഞ്ഞല്ലേ പെറ്റതെന്ന് ചോദിച്ചു. അത് ശരിയാണ്, കടലിനെ കുറിച്ച് മനോഹരമായിട്ട് എഴുതിയ വഴി. ഈ ഭൂമിയുടെ പാട്ട് പാടി, ഇതൊക്കെ ആയിക്കോട്ടെ. പക്ഷെ എന്തിനാണ് അദ്ദേഹം അതിനിടയ്ക്ക് മതം കുത്തിക്കയറ്റുന്നത്, അല്ലെങ്കിൽ ജാതി കുത്തിക്കയറ്റുന്നത് എന്തിനാണെന്നാണ് ചോദ്യം. അത് ഇദ്ദേഹം തന്നെയല്ലേ കോൺട്രവേഴ്സി. ഇവിടെ ആരും ദളിതന്റെ ജാതി പറഞ്ഞ് ആരെ അധിക്ഷേപിക്കുന്നില്ലല്ലോ. നമ്മുടെ ക്ലാസ്സിൽ ഒരു ദളിതൻ പഠിക്കുന്നു, അല്ലെങ്കിൽ നമ്മുടെ ക്ലാസ്സിൽ ഒരു ഈഴവൻ പഠിക്കുന്നു, അല്ലെങ്കിൽ നമ്മുടെ ക്ലാസ്സിൽ ഒരു നായർ പഠിക്കുന്നു, അല്ലെങ്കിൽ നമ്മുടെ ക്ലാസ്സിൽ ഒരു ലാറ്റിൻ കാത്തലിക് പഠിക്കുന്നു എന്ന് പറഞ്ഞ് നമ്മൾ കൂട്ടുകാരല്ലാതായിട്ടുണ്ട്. ഇതാരും വിളിച്ചു പോകുന്ന കാര്യമൊന്നുമല്ല. ഈ ജാതിപരമായിട്ടുള്ള വിഷയങ്ങൾ വിളിച്ചു പോകുന്ന കാര്യമൊന്നും അല്ല. എന്ത് ഞാൻ പാട്ടിലൂടെ കുത്തുന്നു. വേടൻ അദ്ദേഹത്തിന്റെ മറ്റ് ജാതികളെ കുത്തുന്നൊന്നുമില്ല, അങ്ങനെയൊന്നും ചെയ്യുന്നില്ല. വേടൻ അനുഭവിച്ച ബുദ്ധിമുട്ടുകൾ, ആ ജാതിയിലുള്ള കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാർ അനുഭവിച്ച ബുദ്ധിമുട്ടുകൾ അതിപ്പോഴും തുടരുകയാണ്. എല്ലാ മനുഷ്യരുടെയും മനസ്സിൽ ജാതി ബോധമുണ്ട്. അത് അവരുടെ സമയം അത് പതുക്കെ ഇങ്ങോട്ട് പുറത്തോട്ട് ചാടും. ഈ ലോകത്തുള്ള എല്ലാ മനുഷ്യരുടെയും, അത് വിദ്യാഭ്യാസമുള്ളവനാവട്ടെ, വിദ്യാഭ്യാസം ഇല്ലാത്തവരാവട്ടെ, കറുപ്പനാവട്ടെ, വെളുപ്പനാവട്ടെ, എന്തോ ആവട്ടെ, എല്ലാ മനുഷ്യരുടെയും മനസ്സിൽ ഈ ജാതിബോധമുണ്ട്. അത് സമയാസമയങ്ങളിൽ ഇങ്ങനെ പുറത്തു ചാടിക്കൊണ്ടിരിക്കും. ജാതിബോധത്തിലല്ലേ നമ്മളെ വളർത്തിയത് ഇവിടെ. അതെ, ഇപ്പൊ തന്നെയും എന്നെയും ഇവിടെ ഇരിക്കുന്ന ആൾക്കാരെയൊക്കെ നമ്മുടെ ഫാമിലി അങ്ങനെയാണ് വളർത്തിക്കൊണ്ടുവന്നത്. നമ്മൾ ഇന്ത്യയിലാണ് ജീവിക്കുന്നത്. അപ്പോൾ ഒരൊറ്റ മതമല്ല നമുക്കുള്ളത്. നമ്മൾ നാനാത്വത്തിൽ ഏകത്വത്തിൽ ജീവിക്കുന്ന ആൾക്കാരാണ്. ഇവിടെ ഹിന്ദു ഉണ്ട്, ക്രിസ്ത്യൻ ഉണ്ട്, ജൈനുണ്ട്, പാഴ്സികളുണ്ട്, അങ്ങനെ പല നമുക്കറിയാത്ത പല മതങ്ങളുണ്ടാവും. ആ മതത്തിൽ നമുക്കൊരു അച്ചടക്കം ഉണ്ടാക്കാൻ വേണ്ടി നമ്മളെ ആ മതബോധത്തിൽ ജീവിപ്പിച്ചതാണ്, അല്ലെങ്കിൽ ജാതി ബോധത്തിൽ ജീവിപ്പിച്ചതാണ്. അതുകൊണ്ടാണ് നമ്മൾ എന്ന് വെച്ച് നമ്മൾ ആരെങ്കിലും ഒരുമിച്ച് നമ്മുടെ നാട്ടിൽ ആരാണ് ക്രിസ്ത്യാനിയോട് ഇരുന്ന് കഴിക്കാത്തത്, മുസ്ലിമിന്റെ കൂടെ ഇരുന്ന് നമുക്ക് മുസ്ലിം ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ നമ്മൾ റമദാന് പോയി ആഘോഷിക്കത്തില്ലേ? ക്രിസ്ത്യാനികൾ ഉണ്ടെങ്കിൽ നമ്മൾ അവരുടെ വീട്ടിൽ പോയി ക്രിസ്മസ് ആഘോഷിക്കുന്നില്ലേ? ഓണത്തിന് എത്രയോ ക്രിസ്ത്യൻസ് നമ്മുടെയൊക്കെ വീട്ടിൽ നിന്ന് ആഹാരം കഴിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ എവിടെയാണ് ജാതി മതവും വരുന്നത്? ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ ജാതി ബോധം എന്നുള്ള സംഭവമാണ്. അതായത് നമ്മൾ ഈ സംഭവം ഇപ്പം ഒരു മതത്തിൽ തന്നെ പല ജാതി ഡിവിഷൻസ് ഉണ്ടായിരിക്കും. ഇപ്പം ഹിന്ദു കമ്മ്യൂണിറ്റിയിൽ തന്നെ, ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിൽ തന്നെ, മുസ്ലിം കമ്മ്യൂണിറ്റി തന്നെ പല ജാതികളായിട്ട്. ജാതിയെ കുറിച്ചുള്ള സെൻസ് എടുക്കാനല്ലോ ഇവിടെ സംസാരിക്കുന്നത്. അല്ല, കാര്യത്തിലേക്ക് വരും. അല്ല, ഈ ശാരിക ഒരു കാര്യം, ഞാൻ ശാരികയോട് ഈ ഡിസ്കഷൻ തുടങ്ങിയ മുതൽ ഞാനിങ്ങനെ ശ്രദ്ധിക്കുകയാണ്. ശാരികയുടെ ഷോസ് ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ശാരിക നിർബന്ധമില്ല, അല്ല ഞാൻ കണ്ടിട്ടുണ്ട്, കണ്ടുപോയി. ഇപ്പം എൻ്റെ ഒരു മൊബൈലുണ്ട്, അതിനകത്ത് നെറ്റ് ഉണ്ട്, യൂട്യൂബ് ഉണ്ട്, എനിക്ക് കാണാതെ നിവൃത്തിയില്ലല്ലോ. ശാരികയുടെ ഒരു മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞുകൊണ്ടല്ലോ, നമ്മള് ഈ ശാരിക ഇപ്പൊ പ്രേക്ഷകരെ ശ്രദ്ധ പിടിച്ചു പറ്റാൻ വേണ്ടിയാണോ, അതോ ബിഗ് ബോസിൽ പോകാൻ വേണ്ടിയാണോ, അത് എന്താണ് ശാരികയുടെ ഉദ്ദേശം എന്ന് എനിക്ക് അറിഞ്ഞോളൂ. ശാരിക എനിക്ക് പേഴ്സണലായിട്ട് അറിയത്തില്ല. പക്ഷെ ഈ റീച്ച് കൂട്ടാൻ വേണ്ടി ശാരികയുടെ ഒരു സംസാര രീതി ഉണ്ടല്ലോ, ഭയങ്കര റീച്ച് കൂട്ടാൻ വേണ്ടി കവലപ്രസംഗമല്ലോ നടത്തുന്നത്. ഞാനൊരു ഫേമസ് ആയിട്ടുള്ള ചാനലിൽ വന്നിരുന്നു, അവരുടെ ഒരു ഷോ ആണ് ചെയ്യുന്നത്. ഭയങ്കര മോശമാണ് ശാരിക. ശാരിക കുറെ നേരമായിട്ട് എന്നെ ഇൻസൾട്ട് ചെയ്തോണ്ടിരിക്കുകയാണ്. ഞാൻ നിങ്ങളെ ജാതിയുമായി അധിക്ഷേപിച്ചോ? നിങ്ങളെ സാമ്പത്തികമായിട്ട് അധിക്ഷേപിച്ചോ? നിറത്തിന്റെ പേരിലോ കുറെ നേരമായിട്ട് ഇങ്ങനെ ഇൻസൾട്ട് ചെയ്തോണ്ടിരിക്കുകയാണ്. സംസാരിക്കുന്നത് ഇതിങ്ങനെ കേട്ടിരിക്കാൻ ഈഗോയിസ്റ്റ് ആണെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇതിങ്ങനെ കേട്ടിരിക്കാൻ ഭയങ്കര വർക്ക്, ഭയങ്കര സീരിയസ്ലി ഞാൻ ഒരു കാര്യം പറയട്ടെ, ഭയങ്കര ഡെഡിക്കേറ്റഡ് വർക്ക് ചെയ്യുന്ന ഒരാളാണ്. എന്ത് ഡെഡിക്കേറ്റഡ്? ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആളെ ഇങ്ങനെ അപമാനിക്കുകയാണോ ഡെഡിക്കേഷൻ? ഇതിങ്ങനെ അപമാനിക്കുന്നുണ്ടോ? ഞാൻ ആ ഷോയുടെ രീതി എനിക്ക് പ്രോഗ്രാം പ്രൊഡ്യൂസർ പറഞ്ഞു തന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഷോ സക്സസ് ആകാൻ ഏതൊക്കെയും ഞാൻ പോകും. അപ്പൂനെ വിളിച്ചേ ഇത് ഷോ പ്രൊഡ്യൂസർ പറഞ്ഞിട്ടുണ്ടോ തൊട്ട് ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആളെ ഇങ്ങനെ അപമാനിക്കുന്നതാണ് ഒരു ഷോയുടെ രീതി എന്ന്? അങ്ങനെയാണെങ്കിൽ എനിക്ക് ആ ഷോയുടെ ഭാഗമാകാൻ താല്പര്യമില്ല. എനിക്ക് എന്തിന്റെ ആവശ്യമാണ് ഈ കൊച്ചിങ്ങനെ പറയുന്ന ഈ വൃത്തികളൊക്കെ ഇങ്ങനെ കേട്ടോണ്ടിരിക്കാനായിട്ട്? അപ്പൊ ഒരു കൊച്ചു കുറെ നേരമായിട്ട് തുടങ്ങി. എനിക്കൊരു പേരുണ്ട് ശാരിക, അത് വിളിച്ചാൽ മതി. എനിക്ക് നിങ്ങളുടെ റെസ്പെക്ട് ഇല്ല. നിങ്ങളുടെ പെരുമാറ്റം മൂലം അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ വിളിക്കുന്നത്. നിങ്ങളുടെ പെരുമാറ്റം മൂലം, നിങ്ങളുടെ സംസാരം കേസ് കൊടുക്കുക. എന്നെ ആവശ്യമില്ലാത്ത വാക്കുകൾ ഉപയോഗിച്ച് അപമാനിച്ചെന്ന് പറഞ്ഞ കൊച്ചെന്ന് പറഞ്ഞാൽ നിങ്ങളെ കേസ് നിങ്ങളെ പോലീസിൽ പോയി കേസ് കൊടുത്തോ? പോയി കേസ് ഞാൻ നോക്കിക്കോളാം, ബാക്കി ഞാൻ നോക്കിക്കോളാം. ഇത് ശരിയാവില്ല. എന്നെ മെന്റലി ഹരാസ് ചെയ്യുന്ന ഒരു വ്യക്തിയായി ഞാൻ മെന്റലി നിങ്ങൾ എന്ത് ഹരാസ് ചെയ്യുന്നു?
ഡിഫമേഷൻ ചെയ്യുന്നു നിങ്ങൾ. നിങ്ങൾ എന്ത് ബോഡി ഷേമിംഗ് ഞാൻ ചെയ്തത്? നിങ്ങളാണ് എന്നെ ഇൻസൾട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കുറെ നേരമായിട്ട് അപ്പു തുടങ്ങിയതാണ്. എനിക്ക് നിങ്ങൾ ഇവിടെ ഷോ ഓഫ് പറ്റില്ല. അപ്പൊ ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം. ഇമ്മാതിരി ഷോയ്ക്ക് ഇത്രയും ഇന്റർവ്യൂസ് ഈ ചാനലിന് വേണ്ടി ചെയ്തിട്ടുണ്ട്.